ഹായ്. ഇന്ന് ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ അമ്മ പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങൾ പുതിയ അടുക്കളയില് ഉദ്ഘാടനമായിട്ട് ഇന്ന് തുടങ്ങുകയാണ്. ഭക്ഷണങ്ങളൊക്കെ ഇനി ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതെ അതെ, രാവിലത്തെയും ഉച്ചക്കത്തെയും അതിന് കളികൾ ആരാ കളിക്കുക അത് പറയൂ ആദ്യം. കളികൾ ആരൊക്കെ കളിക്കും അതാദ്യം പറയൂ. കുറിച്ച് പറയാ. അപ്പൊ നമ്മളെ ആദ്യം നമ്മളെ പണ്ട് പോലെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ആദ്യം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെയൊക്കെ ഈ പോലത്തെ അഴി ഇവിടെ ഫുള്ള് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെട്ടി ഒക്കെ മുറിച്ചൊക്കെ എടുത്ത് കട്ടയൊക്കെ എടുത്തിട്ട് ഇതാ ഇപ്പുറത്ത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചു. അവിടെ പുതിയൊരു അടുപ്പുണ്ടാക്കി. എല്ലാം ഇങ്ങനെ കുറച്ച് നമ്മൾ കാണിക്കാട്ടോ. ആദ്യം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാക്കി. അപ്പൊ ഇനി മുതൽ വീഡിയോയിൽ അനിയനും അനിയന്റെ ഭാര്യയും ഉണ്ടാവും കേട്ടോ. എല്ലാരും പറയാറുണ്ട് വീഡിയോയിൽ എന്താ. അതെ അതെ അതെ, അപ്പൊ എല്ലാരും ഉണ്ടാവും. ഇതാ ശശിയേട്ടൻ പിന്നെ ആദ്യം വരലുണ്ട്, പറ്റുമ്പോ ഒക്കെ വരാ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ചെറിയ കുട്ടിയല്ല, അത് ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കും. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റാറില്ല. അപ്പൊ പിന്നെ വാശിയൊക്കെ പോയി ഇതില് പോണ്ടല്ലോ, നഴ്സറി പോണ്ട്, LKG ചേർത്തു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ഇതൊക്കെ വാശി ഒന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാവർക്കും ഇവിടെ കൂടി. അപ്പൊ എല്ലാരും എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ നമ്മളെ വീഡിയോകള് ഡെയിലി കാണുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും അതെ ലൈക്ക് ചെയ്യുക. അപ്പൊ നീ ഒരു നാടൻ രീതിയിലുള്ള വീഡിയോകളാവും. നമ്മള് നാടൻ തന്നെയാണ് അധികം ചെയ്യാറൊക്കെ, പക്ഷെ അതൊന്നും എപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഇന്ന് എന്തൊക്കെയാ നമ്മൾ ഇന്നത്തെ ഭക്ഷണം എന്നുള്ളത് പറയാം. ഇന്ന് ഗോതമ്പക്കഞ്ഞിയും പുഴുക്കുവാണ് കേട്ടോ. പിന്നെ ഗോതമ്പക്കഞ്ഞി പറ്റാത്തവർക്ക് മട്ടേരിയുടെ കഞ്ഞിയുണ്ട്. പ്രശാന്തിന് പറ്റില്ല, അമ്മയ്ക്കും പറ്റില്ല, പാർവതിക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ നോൻപൊക്കെ ഉണ്ടാകും കൊടുക്കും. എപ്പോഴും അങ്ങനെ അരി ഭക്ഷണം കഴിക്കാതെ രാവിലെ നേരത്തെ നിന്നിട്ട് നമ്മൾ ഓരോ ജോലികൾ ചെയ്യും. മുത്തശ്ശിക്ക് നല്ല പണികളായിരുന്നു. 4 മണിക്ക് നിന്നിട്ട് തുടങ്ങിയ പണികളാ. മണ്ഡലക്കാലായി, ഇന്ന് വൃശ്ചികം 1 അപ്പൊ എന്താ വെച്ചാൽ നല്ല നമുക്ക് അതിന്റെ തലേദിവസം എന്തൊക്കെ പരിപാടികളുണ്ടോ വൃത്തിയാക്കണം. പിന്നെ നമ്മൾ മിറ്റം വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് വേസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാണ്. വേസ്റ്റ് പിന്നെ ഇപ്പോൾ കൊണ്ടുപോകാൻ വരും, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സോഡപ്പൊടി ഇട്ട് തിളപ്പിക്കണൊക്കെ മുണ്ടുകളൊക്കെ നിലയ്ക്ക് വൃത്തിയായി തോന്നുള്ളൂ. തിളപ്പിച്ചു ഒക്കെ തിരുമ്പി വൃത്തിയാക്കി ഇനിയിപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതെ, അപ്പം എന്നാൽ ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കഷ്ണമൊക്കെ റെഡിയാക്കാം. മുതിര ഇട്ടിട്ടാണെന്ന് വെക്കണം. അല്ല അമ്മ മമ്പയർ വേണ്ട പറഞ്ഞൂല അമ്മ, മുതിരയാണെന്ന്. ഇവിടെയുള്ളവർക്കൊക്കെ പുഴുക്ക് നല്ല ഇഷ്ടമാണ്. അതെ, പിന്നെ ചോറ് വേണ്ടവർക്ക് വല്ല രസമോ കാര്യങ്ങളോ, പിന്നെ മോരുണ്ട്, തൈരുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ പിന്നെ സമ്മന്തി അച്ചാറ് കാര്യങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ഒന്ന് കൂട്ടാൻ പ്രത്യേകമായിട്ട് വെക്കണമൊന്നുമില്ല. അതെ, കഷ്ണങ്ങളൊക്കെ നുറുക്കായി. മുത്തശ്ശിക്ക് ഇതിന്റെ ഇടയിലൊന്ന് പോയി വരാണ്ട്. എന്താ ചങ്ങാടിപ്പുറത്തൊന്ന് പോയി വേഗം ഉടനെ വരും കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ കഷ്ണമൊക്കെ നുറുക്കി പോയാലേ ഒക്കെ വെന്ത് കഴിക്കാതെ നമ്മൾക്ക് ഇവിടെ എത്തും ചെയ്യും. അതാണ് മുത്തശ്ശിയുടെ സൂത്രം. നല്ല സൂത്രം. പിന്നെ എന്താ വെച്ചാല് വേറെന്തപ്പോ എല്ലാരും നമ്മളെ സഹായിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. ഇനി മുതൽ ഇവര് രണ്ടാളും പറ്റണ പോലെ ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് നമ്മളെ പ്രതീക്ഷ. തലാട്ടിയ പോരാ. കുഞ്ഞാവെന്താ കോലൊക്കെ എടുക്കണേ. ശശിയെ വിളക്ക് വളർത്തി ഉദ്ഘാടനം ചെയ്യായിട്ടോ. അതെ, അപ്പൊ എല്ലാരും നല്ല രീതിയിലാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാരും കൈയടിക്കുക. കഷ്ണമൊക്കെ നുറുക്കാൻ നോക്കട്ടെ കേട്ടോ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. എല്ലാരും അങ്ങോട്ട് നീങ്ങുക. ഇനി കഷ്ണം നുറുക്കാൻ. കഷ്ണം അവിടുന്ന് പാർവതി അത് പറ്റും തോന്നിയില്ലേക്ക്. ഇത് എടുക്കാം. ഉരുളി വേണോ? സ്റ്റീലിന്റെ ഉരുളി ഇതാക്കിയിടാന്. ഈ ചീഞ്ചട്ടി വേണേ ചീഞ്ചട്ടി ഉണ്ട്. പക്ഷെ അടുപ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, നല്ല വൃത്തിയായി കിടക്കണില്ലേ. ഇനിയിപ്പോൾ ഇത് കത്തിച്ച് വരുമ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തിയെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ കരിയും ഇതൊക്കെ വരും. അപ്പോൾ ദിവസം തുടച്ച് വൃത്തിയാക്കണം. പിന്നെ നമുക്ക് ഇടയ്ക്ക് ചാണകമൊക്കെ തേച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് മുത്തശ്ശി ഉദ്ദേശിക്കുന്നത്. മുത്തശ്ശിക്ക് ചിലപ്പോൾ പെട്ടെന്നേ പറയാൻ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ, ഒന്നും തോന്നരുതേ. ഇവിടെ ഭരണികളൊക്കെ ഒന്നിൽ ഉപ്പാണ്, ഒന്നിൽ പൊടിയുപ്പാണ്, ഒന്നിൽ പുളി. റെഡിയാക്കി. അതെ, ഇന്നിപ്പോ പുളിയുടെ ആവശ്യമില്ല. അതെ, ഇന്നിപ്പോ നാളെ വെക്കുമ്പോ പുളി എടുക്കാം. അതെ അതെ, അവിയലിന് വേണം. അപ്പൊ പുളി ഇവിടെ ആവശ്യമാണ്. ഇടയ്ക്കൊരു സമ്മന്തി അരക്കണ്ടേ. ചമ്മന്തി. അതെ, പിന്നെ ചമ്മന്തി എളുപ്പമാണ് നമുക്ക് അരച്ചുണ്ടാക്കാം. അതെ, പിന്നെ അത് അവിടെയൊക്കെ കണ്ടോളൂ കേട്ടോ.
ഇവിടെ കുറച്ച് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനും ഭക്ഷണം നോക്കുമ്പോ അടുപ്പിന്റെ അവിടെ പണിയെടുക്കുമ്പോ അങ്ങനെ പറഞ്ഞിരിക്കാനൊക്കെ തീപ്പെട്ടി ഇവിടെ സൗകര്യമായി. ഞാൻ ഉപ്പ് വാരിയിടല്ലോ, ഉപ്പ് വേണ്ട. പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫാട്ടോ. ഇതൊക്കെ ഇന്നലെ രാത്രിയാണൊക്കെ സെറ്റ് ചെയ്തത്. പറ്റണ പോലെയൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് അല്ലേ അമ്മേ? ഇത് നമ്മൾ കുറയുമ്പോ ഒരു കട തുടങ്ങിയിരുന്നില്ലേ, അതുകൊണ്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി മുകളിലുണ്ട്, നമുക്ക് സൗകര്യം പോലെയൊക്കെ വെക്കും ചെയ്യുകയൊക്കെ ചെയ്യാലോ. അപ്പോൾ പാത്രങ്ങൾ പിന്നെ കേട് വരൂല, കുറേ കാലം ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു അന്ന് ഒരു നല്ല വിലയായിട്ടോ അമ്മൂ. 10-12,000 ഉറുപ്പ്യ മുടക്കിയായി എത്ര കൊല്ലം മുമ്പേ. എന്റെ പിശാങ്കത്തി ഇല്ലേക്ക് ഒന്നേ ഉള്ളൂ. നമ്മൾ ഇന്നലെ വാങ്ങിയ കത്തി എടുക്കാല്ലേ അമ്മു? എടുത്തിട്ട് വരട്ടെ. അപ്പൊ അതാ മുതിരയൊക്കെ നേരത്തെ തന്നെ വറുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. ഇത് അരിക്കണം, ചിലപ്പോ കല്ലുണ്ടാവേ. ചിലപ്പോ ഉണ്ടാവില്ല, ഇപ്പൊ പൊതുവെ കുറവാണ്. ഇല്ല വെള്ളപ്പയറിൽ ആദ്യം എന്തുമാതിരി കല്ലുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ ഒന്ന് ഇത് നമുക്ക് കുക്കറിൽ വേവിക്കാം. മറ്റേത് നമുക്ക് അടുപ്പും കത്തിച്ച് വെക്കാം. അടുപ്പ് കത്തിക്കുകയാണ്, ഉദ്ഘാടനം. വലുത് വലുത് കത്തി കുഞ്ഞാവയുടെ വകന്നൊരു പാട്ട് എല്ലാവർക്കും ഒന്ന് പാടൂ. പാടൂ. അതെ അതെ, അറിയണ പാട്ട് പാടൂ. കുഞ്ഞാവയ്ക്ക് എന്തായാലും മടി. അതെ, ഇനി അടുത്ത ഇടിച്ചക്ക. ഇടിച്ചക്ക ഉണ്ടെങ്കിൽ പുഴുക്കിന് സ്വാദം ഉണ്ടാവും. Morning എന്നാലും കുഞ്ഞാ പാടി. നീ ഏത് പാട്ടാ അറിയാ? നന്നായി. ഹായ്, നല്ല പാട്ട്. നമ്മള് ഗുരുവായൂർ പോയി വന്നപ്പോഴേ ആ റോഡ് സൈഡിന് ഒരു വീട്ടിലേ എന്താ ചക്കാലേ. ആർക്കും ഒന്നും വേണ്ട, അങ്ങനെയുള്ളടത്ത് ചക്ക ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്കൊട്ട് ഉണ്ടാവണില്ല. നമ്മളത് ആകെ 2 ഒന്ന് നമ്മൾ പൊട്ടിച്ചു, ഇനി ഒന്നേ ഉള്ളൂ. ആ അതെ, നല്ല ഉപ്പേരി വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞാവന്റെ രണ്ടാമത് മാള് വന്ന് ചോദിച്ചു, ഇനി ഉണ്ടാച്ചോളേ. ഒന്നും ഉണ്ടാക്കണില്ല. കഞ്ഞി ഇത് പോരെ? ഇനി കഴുകിയിട്ടേ അടുപ്പത്ത് വെക്കാം. ഇപ്പൊ കഷ്ണമൊക്കെ കഴുകി കൊണ്ടുവന്നുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് വെക്കായിട്ടോ. അടുപ്പത്ത് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. തീയത്തോണ്ട് നല്ല ചൂടുണ്ടേ. ചൂടില്ലേ? അങ്ങനെ കാണിക്കുക വെച്ച അല്ലാതെ നല്ല ചൂടാ. കത്തല് കഴിഞ്ഞിട്ടേ പറ്റൂ. ഇരിക്കില്ലേ? ഇപ്പൊ കത്തല് കഴിഞ്ഞു. നമുക്കൊന്ന് അടച്ചു വെക്കാം.
ആ ആ പുതിയ അടുപ്പായിട്ട് അതുകൊണ്ട് കത്താനൊരു ഇത്. ആ അപ്പം ശരി. പാത്രം നമ്മൾ ഇന്നലെ വാങ്ങിയതാണ്. പെരിന്തൽമണ്ണ പോയപ്പോൾ ചോറ് വെക്കാൻ പാത്രം വാങ്ങി, പിന്നെ ആ കുപ്പി ഭരണി വാങ്ങി, കുറച്ച് സാധനങ്ങൾ അങ്ങനെ. ഇപ്പം നല്ലോണം കത്തുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടണ്ടേ? മഞ്ഞപ്പൊടി എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ആ അത് ഉപ്പ് വേഗമാവും. നല്ല കത്തിക്കഴിഞ്ഞാൽ വേഗമാവും. ആ മാളു മഞ്ഞപ്പൊടി കൊണ്ടുവന്നു, കുറച്ചിട്ട് കൊടുക്കുക. എന്തായാലും അടുപ്പ് ഉഷാറായി കത്തുണ്ട്. എത്ര ഇടണ? കുറച്ച് മതി. സ്പൂണാ? അപ്പം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പന്നെ. അതെന്തിനാ? അതൊക്കെ നല്ല തിളച്ചു, കുറച്ച് വേവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആയി തുടങ്ങി. കുഞ്ഞാവതാ നാളികേരം ചിരകണ. അതെ 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 ശരിയാ. കുഞ്ഞാവ ആളെ സോപ്പിട്ടിട്ടേ നേരത്തെ ഞാൻ മാളു എടുത്തപ്പോ ഞാൻ പറഞ്ഞേ അയ്യോ മാളു എടുക്കല്ലു പറഞ്ഞ് ഞാൻ കരഞ്ഞു കേട്ടോ. അപ്പൊ അച്ചോള് കരയുണ്ടാവുന്നുണ്ട്. 36 അടുത്ത് കുറച്ച് വാരി കൊണ്ടുവന്നു. ആ ഏതാ ആളറിയോ? സൂത്രക്കാരി. അവിടെ തന്നെ ആ ഉണ്ട്, അത് കേട്ടിട്ടുണ്ട് അമ്മു. അമ്മിയിലെന്ന് നാളികേരം നമ്മൾ അരയ്ക്കുമ്പോൾ അതൊന്ന് കഴിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണത്തിന് മഴ പെയ്യുന്നൊക്കെ. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷെ കല്യാണത്തിന് മഴ പെയ്തിട്ടില്ല. കല്യാണത്തിന് മഴ പെയ്യുന്നല്ല, കല്യാണം നടക്കില്ല പറഞ്ഞോ. നാളികേരം വായത്ത് പച്ചപ്പപ്പടം കഴിക്കാൻ പാടില്ല കേട്ടോ, വയറ് എനിക്ക്. ആ അതാവട്ടെ. ഇനിയിപ്പോ നാളെ എന്തായാലും വീഡിയോ എടുക്കുമ്പോ കുഞ്ഞാവയും ആള് സ്കൂളിലാവും. ഇനി അങ്ങനെ തിളച്ച് ഇങ്ങനെ അവിടെ കിടക്കട്ടെ, അങ്ങനെ വേവും. നമുക്ക് അരക്കാനുള്ളതൊക്കെ നോക്കാം. കുഞ്ഞാവ എങ്ങനെ പോണേ? കുഞ്ഞാവയ്ക്ക് ദേഷ്യം വന്നു. നമ്മളെ കൂട്ടാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുപ്പത്തെ പുഴുക്കുന്ന് എല്ലാവർക്കും നല്ലോണം കഴിക്കാം, എല്ലാവർക്കും നല്ല ഇഷ്ടാവും. കുഞ്ഞാക്ക് ഇഷ്ടായി. കുഞ്ഞാവ എരിവില്ലാതെ തന്നെ നോക്കുണ്ടായി അല്ലേ? ആ ഇനി ഇതാ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കൂട്ടാനൊക്കെ റെഡി ആയി. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാം. കഞ്ഞി ആവാറായിട്ടുണ്ട്. മുത്തശ്ശി പോയി, ആളിനി എത്തിയിട്ടില്ല കേട്ടോ. അമ്മാനെന്തൊക്കെയാണ് കൊണ്ടിരുന്നത്? ആ മോര്, പിന്നെന്താ കൂട്ടാൻ. അതെ ഇന്ന് എന്തായാലും ഇവിടുന്ന് വിസ്തരിച്ച് കഴിക്കാച്ചിട്ടാണ്. എന്താ പറഞ്ഞേ അങ്ങനെ ചെയ്യണേ? ആ അപ്പൊ അത് നമ്മള് അടുപ്പിന് കൊടുക്കുക കഴിക്കാൻ. നമ്മള് മാത്രം കഴിച്ചാ പോരല്ലോ അല്ലേ? കൂട്ടാനൊക്കെ ആയി, നമുക്ക് ഇനി കഴിക്കാം. ഒന്ന് അടുപ്പേന്നൊന്ന് വാങ്ങി വെക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ റെഡി ആയി കേട്ടോ. മുത്തശ്ശി നമുക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡി ആയി, പക്ഷെ മുത്തശ്ശി എത്തിയിട്ടില്ല. മുത്തശ്ശി എവിടെ പോയാലും ഇങ്ങനെ തന്നെ വർത്താനം പറഞ്ഞ് നിൽക്കും. ആ കുഞ്ഞാക്ക് മിഠായിയേ വേണ്ടു. അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുകയായി. ചിലവർക്ക് ചോറ്, ചിലവർക്ക് ഗോതമ്പക്കഞ്ഞി. എത്ര കിട്ടുകൊണ്ട് പച്ചടി, പിന്നെ പിന്നെന്താണ് പപ്പടം, ചുട്ട പപ്പടം, കാച്ചിയ പപ്പടം, കൊണ്ടാട്ടമുളക് അവിടെ ഉണ്ട്. നമുക്ക് ഗുരുവായൂർ ഏകാശിയാ പെരക്കെടുത്ത് കഴിക്കണം അച്ഛൻ. ചോറ് വന്നിട്ട് മുത്തശ്ശിക്ക് സ്പെഷ്യൽ ചോറാണ്. മിക്കും ആ അപ്പൊ അമ്മയും പറഞ്ഞു, ആദ്യം പറഞ്ഞു അമ്മ കഞ്ഞിയാക്കി ചോറായില്ലേ? യെസ്. പാർവതിക്ക് എന്താ കഞ്ഞിയ ചോറോ? മട്ടരി ചോറിനുണ്ടാവൂലേ? ചോറുണ്ട്, കഞ്ഞിയുണ്ട്, പപ്പടം. ഇതോടാക്കട്ടെ. ഇവിടെ ഇരുന്നോളൂ. കുറേ കാലമായി നമ്മൾ ചുട്ട പപ്പടം അടുപ്പിൽ കത്തിച്ചിട്ടുള്ളതാണ്. നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ലേ? മറ്റേ ആ ദോശ കല്ലുമ്മയൊക്കെ ഇട്ടിട്ടാണ് നമ്മള് പപ്പടം ചൂടാറ്.
മുത്തശ്ശന് പ്രധാനമായിരുന്നു ചുട്ടുപാപ്പടം. വൈകുന്നേരം ചായക്കാണ് എടുക്കാറ്. നല്ല സാധാട്ടോ. അതാ ഞാൻ കൊണ്ടുവന്നു ആ ഇതില് കോപ്പയില്. പുഴുക്ക് പിന്നെ സൈഡ് കൂട്ടാനായി കൂട്ടാം. ആദ്യം മറ്റേ കൂട്ടാൻ പറ്റേ. അച്ഛപ്പ പുഴുക്കും കിട്ടിയിട്ടില്ല, മെയിൻ കൂട്ടാനും അല്ലേ, കിട്ടിയിട്ടില്ല. അതൊരു ഭാഗത്തേക്ക് വെച്ചാൽ വലിയ കയ്യിലെടുത്തു. ഇനിയിപ്പോ അങ്ങോട്ട് പോണ്ടേ, ഈ കൈ കൊണ്ട് മതി. ഇതാ. സാക്കു സാക്കു മാളൂന് വേണം കിട്ടാന് കഴിക്കാൻ തുടങ്ങട്ടെ ഞാന്. ആ അതാ വീഡിയോ എടുക്കാനേ. ഇതാട്ടോ പുഴുക്ക്. ഇതാ പുഴുക്ക് പുഴുക്ക്. പപ്പടം വേണം. മാളോ ഇതാട്ടെ. അരി മതിയോ? ഉണ്ടോ? ആ ആ പുഴുക്ക് സൂപ്പർ. ഇനി കക്കരിക്ക. കക്കരിക്ക കക്കരിക്ക പച്ചടിയില്ലേ? അതെ, ഞാൻ അതും കൂടെ വിളമ്പാം. ഇവിടെ അമ്മൂനും പ്രസാദിനാണ് കക്കരിക്കയുടെ പ്രധാനമായിട്ട്. ആ അതെ. എന്തുണ്ടാക്കിയാലും കാണാം അതും ഉണ്ടാക്കുന്നു. ഇതാ ഇവിടെ മെയിൻ ആളുണ്ട് വേറെ. ഇതാ അത് ആദ്യമേ വിളമ്പി കഴിക്കുന്നതാ വേണ്ടേ? അച്ഛൻ. എനിക്ക് തോന്നണം അതെ. ആ വിഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇനി ഞങ്ങളൊക്കെ രാത്രി കഴിക്കാൻ പിന്നെ നോക്കാം. കാണിക്കാം. ഇത് രാത്രി ചപ്പാത്തിയാണ്. അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കണെങ്കിൽ ഞങ്ങള് കഴിക്കട്ടെ. നമുക്ക് വൈകിയില്ലേ പാർവതി ഇന്ന് കഴിക്കാൻ? നരി വേവാൻ കുറച്ച് വൈകി ഇവർക്കുള്ള ചോറ്. ഞാനൊക്കെ ഊണ് കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞങ്ങൾക്കിന്ന് കുറെ വൈകി കഴിക്കാൻ. അപ്പൊ കൂട്ടുകാർക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു വീട്ടിലെ വിഭവങ്ങൾ ഉച്ചക്കെന്നുള്ളത് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ.